ഉറക്കെ പറയാം. അയാളെ പരിചയമുള്ള ആരുണ്ട്? ഉറപ്പല്ലേ? പിശാചിന്റെ ബന്ധമില്ലാത്ത ഒരാളുമില്ല. ഖാല റസൂലുള്ളാഹി. അപ്പോൾ എന്ത് ചെയ്യാം? ഒരാൾ വരാം, അയാൾ എന്ത് ചെയ്യും? ഇയാളെ പോലെ ചെയ്യും, പെരുമാറും. അയാൾ പെരുമാറിയതുപോലെ പെരുമാറും, അയാളുടെ അയാൾ ചെയ്തതുപോലെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യാം. അത് ഉപദ്രവകാരിയായ ഇത്തരം സാധനങ്ങൾ പ്രേതമെന്ന് പറയുന്നത് സത്യത്തിൽ പ്രേതമല്ല, അതാരു തന്നെയാണ്. അയാളല്ല, പ്രേതമില്ല, അയാളല്ല, അങ്ങനത്തെ പരിപാടിയുമില്ല. അയാൾ മരിച്ചു പോയിരിക്കുന്നു. പകരം എന്താണത്? പിശാച്. ഉദാഹരണം എന്ത് ചെയ്തു? ഒരു ദിവസം ഞാനിവിടെ പരിപാടിക്ക് വരാൻ വേണ്ടി നേരം വൈകി, അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ട് കൊണ്ട് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരാൾ എന്ത് ചെയ്ത്, അയാളെ മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് അയാൾ ആരെപ്പോലെ അങ്ങോട്ടായി? മനസ്സിലായില്ല. മുഖം പ്ലാസ്റ്റിക് സർജറി ഇങ്ങോട്ട് ചെയ്തിട്ട് ഏതോ ഒരു അവറാൻ എന്ത് ചെയ്ത്, ഏതോ ഒരു അവറാന് അല്ലെങ്കിൽ ഒരു വേലായുധന് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തിട്ട് ഈ കോലത്തിൽ എന്ത് ചെയ്ത് ഇങ്ങനെ കയറി വന്നിട്ട് ഇവിടെ ഇരുന്നു. പ്രസംഗിക്കാൻ കഴിഞ്ഞാലും കഴിഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ ചെയ്യാം. ആധുനിക ശാസ്ത്രത്തിൽ തന്നെ ഉണ്ട് എന്ത്? പ്ലാസ്റ്റിക് സർജറി. എന്നതുപോലെ ശൈത്താൻ പ്ലാസ്റ്റിക് സർജറി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് രൂപത്തിലും നായയുടെയും പന്നിയുടെയും വിധത്തിൽ വരെ രൂപപ്പെടാൻ കഴിയുന്ന വസ്തുക്കളാണ്, ജീവികളാണ്. ആര്? അങ്ങനെ വരാം. അപ്പൊ നോക്കൂ, നിങ്ങൾ ചിന്തിക്കണം. അത് പേടിക്കേണ്ട. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ലഹുമുൽ ഖിയാറു ഫിൽ ജന്നതി വ ഫി ആലമിദ് ദുനിയാ. അവർക്ക് ഇവിടെയും അവിടെയൊക്കെ അല്ലാഹു തആല ഖിയാർ കൊടുക്കും. ഖിയാർ എന്നാൽ സ്വാതന്ത്ര്യം. അവിടെ നിൽക്കാം, ഇവിടെ വരാം, എന്നും ചെയ്യാം. സുമ്മാ അതൈനാ അലാ ഖൗമിൻ. വേറൊരു ജനങ്ങളുടെ കോട്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക. വേറൊരു ജനങ്ങളെ അരികിലേക്കിടെ ഞങ്ങൾ പോയി. വേറൊരു വിഭാഗത്തിന്റെ അരികിലൂടെ നടന്നിരുന്നപ്പോൾ ഒരു വിഭാഗം ആളുകളെ മലക്കുകൾ പാറക്കല്ല് കൊണ്ട് ഇടിക്കുന്നുണ്ട്. പാറക്കല്ലിട്ട് ഇടിക്കുന്നുണ്ട് അവരെ. ഇത് കണ്ടപ്പോൾ ഞാൻ സയ്യിദ്നാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ്നാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അല്ലദീന തതസാഖലു റൂസുഹും അനിസ്സലാ. ശ്രദ്ധിക്കണം കേട്ടോ. ഒരു വിഭാഗത്തിന്റെ തലയിൽ വലിയ പാറക്കല്ലിട്ട് മലക്കുകൾ ഇടിക്കുന്നത് ഞങ്ങൾ കണ്ടു. അവരുടെ ഖബർ ലോകത്തിന്റെ ശിക്ഷ. അത് ഖബറിൽ തന്നെ ഒരു പ്രത്യേക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയുടെ സംവിധാനം, അതിനൊരു പ്രത്യേകമായ ഒരു സംവിധാനം അല്ലാഹു തആല ചെയ്തു കൊടുക്കും. ഒരു ലോകത്തൂടെ ഞങ്ങൾ പോയി. അവിടെയുണ്ട്, ശിക്ഷിക്കുന്നു. പാറക്കല്ലിട്ടിട്ട് ശിക്ഷിക്കുന്നുണ്ട്, തലക്കടിച്ച് ശിക്ഷിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഞാൻ സയ്യിദ്നാ ജിബ്രീലിനോട് ചോദിച്ചു, ആരാണിത്? അപ്പോൾ പറഞ്ഞു, അല്ലദീന തതസാഖലൂന റൂസുഹും അനിസ്സലാ. നിസ്കരിക്കാൻ അവരുടെ തലക്ക് വലിയ ഭാരമായിരുന്നു. അത്തരം ആളുകളെയാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒന്ന് രണ്ട് സംഭവം കൂടി പറയാം, ഒരുപാട് സംഭവമുണ്ട്. കേട്ടോ, ഇത് വലിയൊരു അത്ഭുതപ്പെട്ട കാര്യമാണ്. വേറൊരു വിഭാഗത്തിന്റെ അരികിലൂടെ ഞങ്ങൾ പോയി. വേറൊരു വിഭാഗം ആളുകളുടെ അരികിലൂടെ ഞാൻ ചെന്നു. ശ്രദ്ധിക്ക്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. വേറെ ശ്രദ്ധിക്കൂ. കാര്യമായ വിഷയം പറയാം. വേറൊരു വിഭാഗം ആളുകൾ അരികിലെ അവിടെ ഞങ്ങൾ ചെന്നു. ഞാനും ജിബ്രീലും അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോഴുണ്ട് ഒരു വിഭാഗം ആളുകൾ അവരെ തൊട്ടടുത്ത് നല്ല മനോഹരമായ ഇറച്ചിയുണ്ട്, വേവിച്ച് കഴിക്കാൻ പാകത്തിലാക്കിയ ഇറച്ചി. അപ്പുറത്തെ ചീഞ്ഞ് നാറുന്ന വൃത്തികെട്ട മാംസവുമുണ്ട്. ശ്രദ്ധിക്കൂ. എന്നിട്ട് ഈ നല്ല മാംസം ഉപേക്ഷിക്കാനും വൃത്തികെട്ട മാംസം കഴിക്കാനും നിർബന്ധിക്കുകയും അവരെ കൊണ്ട് കഴിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ കണ്ടപ്പോൾ സയ്യിദ്നാ
ജിബ്രീലിനോട് ചോദിച്ചു, ആരാണിവര്? അപ്പോൾ പറഞ്ഞു, ലഹും, ഇവർക്കൊക്കെ ഈ ഓരോരുത്തർക്കും ലഹു ഇംറാത്തുൻ ഹലാൽ, ഹലാലായ ഭാര്യ ഉണ്ടായിരുന്നു. അവളെ സ്വന്തം വിരിപ്പിൽ ഒഴിവാക്കിയിട്ട് ഇവർ എന്ത് ചെയ്തു? ഹറാമായ ഇറച്ചിയിലേക്ക് പോയി, വ്യഭിചാരത്തിന് പോയി. അവർക്കാണ് ഈ ശിക്ഷ. ജിബ്രീൽ എന്നോട് പറഞ്ഞു, ഹബീബായ നബി സ്വലാത്തുള്ള, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വ്യഭിചാരത്തിന് പോകുന്നവർ, പഠിച്ചവനെ, ഇവർക്ക് ശിക്ഷ. ഇതേതുവരെയുള്ള ശിക്ഷയാ? ഇതേതുവരെയുള്ള ശിക്ഷയാ? ഇത് മറ്റു ദണ്ഡനങ്ങൾക്ക് പുറമെ ഇതേതുവരെയുള്ള ശിക്ഷയാ? ഖിയാമത്ത് നാൾ വരെ. അത് കഴിഞ്ഞാൽ പിന്നെ നരകം പറയാം. മനസ്സിലായില്ലേ? ഇത് വളരെ പേടിച്ചോ. വ്യഭിചാരത്തിന് പോകുന്നവരൊക്കെ പേടിച്ചോ. അപ്പോൾ പിന്നെ എനിക്ക് ഭാര്യ ഇല്ലെങ്കിലോ അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും. ഹദീസിന്റെ പുറത്തൂടെ ചാടാൻ നോക്കുന്നവർ ഉണ്ടെങ്കിൽ, ഭാര്യ അല്ലെങ്കിൽ നാട്ടിൽ പെണ്ണുങ്ങളുണ്ട്. ഈ കർട്ടന്റെ അപ്പുറത്ത് നമ്മളെ ഇരട്ടിയുണ്ട് പെണ്ണുങ്ങള്. അതിൽ കെട്ടിച്ച പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ വിവാഹം ചെയ്യാത്ത പെണ്ണുങ്ങളുണ്ടാവും. അവർക്ക് ചെലവിന് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ട് മഹറും കൊടുത്തിട്ട് കല്യാണം കഴിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാൽ നൽകി. തന്നെ പേടിച്ചോ. ഒരാൾക്കും ഒഴിവില്ല. ഖിയാമത്ത് നാൾ വരെ മറ്റുള്ള ദണ്ഡനങ്ങൾക്ക് പുറമെ ഖിയാമത്ത് നാൾ വരെ അവരെ പുറത്ത് അടി കൊടുക്കുന്നതിന് പുറമെ, വലിയ ശിക്ഷ ലഭിക്കുന്നതിന് പുറമെ, അവർക്ക് മലക്കുകൾ അടി കൊടുത്ത് വൃത്തികെട്ട ചീഞ്ഞു നാറിയ ഇറച്ചി തീറ്റിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. നോക്കൂ, പിന്നെ വേറെ വിഭാഗം ആളുകളുണ്ട്. സുമ്മ അതൈനാ അലാ ഖൗമിൻ തുഖറദു ശിഫാഹും ബിമഖാരീല മിൻ ഹദീദ്. ഇരുമ്പിന്റെ കത്രിക കൊണ്ട് ചുണ്ട് മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മലക്കുകൾ. ഒരു വിഭാഗത്തെ ചുണ്ട് ഇങ്ങനെ മുറിക്കുന്നുണ്ട്. കുല്ലമാ കുല്ലത്തെ ആദത്ത്, മുറിച്ചു കഴിഞ്ഞാൽ പിന്നെയും ചുണ്ട് അതുപോലെയാവും, പിന്നെയും മുറിക്കും, പിന്നെയും ഇങ്ങനെയാവും. അപ്പോൾ ഞാൻ ജിബ്രീലിനോട്, സയ്യിദ്നാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, മനഹാഉലായി, ഇതാരാണ് ജിബ്രീലെ? ഖാല, ജിബ്രീൽ എന്നോട് പറഞ്ഞു, ഖുത്ബാഉൽ ഫിത്ന, നാട്ടിൽ ഫിത്ന ഉണ്ടാക്കുന്ന പ്രസംഗങ്ങൾ നടത്തിയവരാണ്. നാട്ടിൽ ഫിത്നന്റെ പ്രസംഗങ്ങൾ നടത്തുന്നവരാണ് എന്ന് പറഞ്ഞു സയ്യിദ്നാ ജിബ്രീൽ. ഫിത്നയാണ് അവരുടെ ലക്ഷ്യം. ഫിത്ന അവരുടെ ലക്ഷ്യമാണ്. നല്ലത് ചെയ്യും, പക്ഷെ ലക്ഷ്യം ഫിത്നയാവും. നല്ലത് പ്രത്യക്ഷത്തിൽ ചെയ്യും. അല്ലെങ്കിൽ ലോകത്ത് ഏത് തമ്മാടിത്തരം ചെയ്യണമെങ്കിലും പ്രത്യക്ഷത്തിൽ നന്മയാക്കി ചെയ്യണം. അതാണ് ഇബ്ലീസും ചെയ്തത്. ഇന്നീ ലക്കും നാസിഹുൻ അമീൻ, ഇന്നീ ലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു ഇബ്ലീസ്. അങ്ങനെയാ, ഞാൻ ഇബ്ലീസാണ്, ഞാൻ ആള് വളരെ മോശമാണ്, ഞാൻ നിന്നെ നാശാക്കാൻ വേണ്ടി വന്നതാണ്. സൗകര്യം ഉണ്ടെങ്കിൽ നാശായിക്കോന്ന് ഒരിക്കലും പറയില്ല. ഞാൻ ആരാണെന്നാണ് വിചാരിച്ചത്. എന്നെപ്പോലത്തെ ഒരാൾ ഇവിടെ ഉണ്ടായിട്ടില്ല. അത് ഒപ്പിച്ച കോലത്തിലാണ് വരിക. അങ്ങനെ വളരെ ഒപ്പിച്ച കോലത്തിലാണ് വരിക. ഓരോരുത്തരും അതിനടുത്ത് ഓരോ അതിന്റെ കോലത്തിലാണ് വരിക. ബഹുമാനപ്പെട്ട സയ്യിദ്നാ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു സുബ്ഹിനെ നേരത്തെ ഉറങ്ങി. സുബ്ഹിനെ ഉറങ്ങണ്ടേ? സുബൈ നേരത്തെ ഉറങ്ങിയപ്പോൾ വിളിച്ചുണർത്തി വലിയൊരു ശൈഖുൻ കബീർ, ജമാഅത്ത് തുടങ്ങാനായിട്ടുണ്ട്, വേഗം പോയിക്കോളൂ എന്ന് പറഞ്ഞു. ആരോട്? അബൂ സുഫിയാൻ. ഓർക്കപ്പറ സയ്യിദ്നാ അബൂ സുഫിയാൻ സുബഹി നേരത്തെ വിളിച്ചുണർത്തി. ഒരാൾ വന്നിട്ട് വിളിച്ചുണർത്തി, ഇതാ പള്ളി ജമാഅത്ത് തുടങ്ങാനായിട്ടുണ്ട്, വേഗം പോയിക്കോളൂ പറഞ്ഞു. വേഗം ഒന്നുമെടുത്ത് പോവാൻ ഒരുങ്ങിയിട്ട് അപ്പൊ ഇയാളോട് പറഞ്ഞു, എന്നാ പോവല്ലേ എന്നാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ പോരുന്നില്ല, ഞാൻ ഇബ്ലീസാണ്. മനസ്സിലായില്ല? ഞാൻ ആരാ? ഞാൻ ഇബ്ലീസാണ്, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചത്ര, പിന്നെ ഈ ഇബ്ലീസായിട്ട് എന്തിനാ എന്നെ സുബഹിക്ക് വിളിച്ചോണ്ടത്? അപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, മുമ്പൊരിക്കൽ നിങ്ങൾക്കൊരു ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷമുള്ള പ്രാർത്ഥനകളിലും ദിക്റുകളിലും കരഞ്ഞിട്ട് ദുആ ചെയ്ത് അള്ളാഹിനോട് പൊറുക്കലിനെ തേടൽ നിങ്ങൾ പതിവാക്കി. ആ ജമാഅത്ത് കൊണ്ട് റബ്ബിലേക്ക് അടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കരച്ചിൽ കൊണ്ട് അടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി കളയായാൽ നിങ്ങൾ എവിടേക്ക്